പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, 1 യോഹന്നാൻ 5:19 തിരുവചനം പറയുന്നു, നാം ദൈവത്തിൽ നിന്നുള്ളവരാണെന്നും ലോകം മുഴുവൻ ദുഷ്ടൻ്റെ കരവലയത്തിലാണെന്നും നാം അറിയുന്നു. 1 പത്രോസ് 5:8 നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെപ്പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. യോഹന്നാൻ 17:15 യേശു ശിഷ്യന്മാർക്ക് വേണ്ടി പിതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ലോകത്തിൽ നിന്ന് അവരെ അങ്ങ് എടുക്കണമെന്നല്ല, ദുഷ്ടനിൽ നിന്ന് അവരെ കാത്തുകൊള്ളണം എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഈ ലോകം മുഴുവൻ ദുഷ്ടൻ്റെ കരവലയത്തിലായതുകൊണ്ട് മനുഷ്യനെ പ്രലോഭനത്തിലേക്കും അതുപോലെ തന്നെ കെണികളിലേക്കും വീഴ്ത്താൻ സാത്താൻ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവവചനങ്ങൾ നാം ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നിന്നാൽ മാത്രമേ സാത്താനെ അകറ്റി നിർത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ. 1 യോഹന്നാൻ 3:8 തിരുവചനം പറയുന്നു, പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളവനാണ്. എന്തെന്നാൽ പിശാച് ആദ്യം മുതലേ പാപം ചെയ്യുന്നവനാണ്. പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. യേശു പറയുന്നു, കള്ളൻ വരുന്നത് കൊല്ലാനും മോഷ്ടിക്കുവാനും നശിപ്പിക്കുവാനുമാണ്. എന്നാൽ ഞാൻ വന്നിരിക്കുന്നത് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. സാത്താൻ ചെയ്യുന്നത് നമ്മുടെ ആത്മാക്കളെ മോഷ്ടിച്ച് നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റി സാത്താൻ്റെ രാജ്യത്തിൽ നമ്മെ ചേർക്കുന്നതിന് വേണ്ടിയാണ് അവൻ കെണികൾ ഒരുക്കി നമ്മെ കാത്തിരിക്കുന്നത്. സാത്താൻ്റെ ലോകം വിസ്തൃതമാക്കാൻ അവൻ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സാത്താൻ്റെ കെണിയിൽ നാം പെട്ടുപോകരുത്. സാത്താനെ തോൽപ്പിക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും എടുക്കണമെന്ന് എഫേസ്യർ 6:10 വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നുണ്ട്. ആത്മീയ സമരത്തിൽ സത്യവും നീതിയും വിശ്വാസവും സമാധാനവും നാം എടുക്കണം. എല്ലാറ്റിലും ഉപരിയായി ആത്മാവിൻ്റെ വാളായ ദൈവത്തിൻ്റെ വചനം നാം സ്വീകരിക്കണം. ഏത് പ്രതിസന്ധിയിലും തളരാതെ നിൽക്കാൻ, പ്രത്യാശയോടെ ജീവിക്കുവാൻ ദൈവത്തിൻ്റെ വചനവും വിശുദ്ധ കുർബാനയും ഉദാശകളും പ്രാർത്ഥനകളും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും നമ്മെ സഹായിക്കും. വെളിപാട് 12:12 തിരുവചനം പറയുന്നു, ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ എന്നറിഞ്ഞ് അരിശം കൊണ്ട് പിശാച് നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. വെളിപാട് 12:11 പിശാചിനെ തോൽപ്പിക്കാനായിട്ട് 2 വഴികൾ പറയുന്നുണ്ട്. കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും സാത്താൻ്റെ മേൽ വിജയം നേടി എന്ന്. ഇവ രണ്ടും ദൈവം നമുക്കായി ചെയ്ത കാര്യങ്ങളാണ്. ദൈവം തൻ്റെ മക്കളായ നമ്മെ രക്ഷിക്കുന്നതിന് വേണ്ടി സ്വപുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. യേശു നമ്മുടെ പാപഭാരങ്ങളെല്ലാം ഏറ്റെടുത്ത് കുരിശിൽ നമുക്കായി ജീവൻ ബലിയർപ്പിച്ചു. യേശുവിൻ്റെ തിരുരക്തമാണ് നമ്മുടെ പാപങ്ങളിൽ നിന്ന് കറകൾ കഴുകി നമ്മെ വിശുദ്ധീകരിക്കുന്നത്. യേശു തൻ്റെ അന്ത്യത്താഴ സമയത്ത് നമ്മോടുള്ള സ്നേഹത്തിൻ്റെ ഉടമ്പടിയായി തൻ്റെ ശരീരവും രക്തവും പങ്കുവെച്ച് നൽകുന്ന പരിശുദ്ധ കുർബാന സ്ഥാപിച്ചു. നമ്മോടുകൂടെ ഒപ്പമായിരിക്കാൻ അപ്പമായി മാറിക്കൊണ്ട് തിരുവോസ്തിയിൽ ഇന്നും എന്നും യേശു ജീവനോടെ വസിക്കുന്നു. നാം തെറ്റുകളിൽ വീഴാതെ പ്രലോഭനങ്ങളിൽ അകപ്പെട്ടു പോകാതിരിക്കാനാണ് ദൈവം തൻ്റെ വചനങ്ങൾ നമുക്ക് നൽകിയിരിക്കുന്നത്. ആ വചനങ്ങൾ അനുസരിച്ച് നമ്മുടെ തെറ്റുകൾ തിരുത്തി ദൈവിക നീതിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് നിത്യരക്ഷ പ്രാപിക്കുവാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ വചനങ്ങൾ നൽകിക്കൊണ്ടും പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും യേശു തൻ്റെ സ്വന്തം അമ്മയെ നമുക്കെല്ലാവർക്കും വേണ്ടി അമ്മയായി നൽകിക്കൊണ്ടും ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നിറച്ചുകൊണ്ടും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ നമ്മുടെ ജീവിതത്തിൽ 1-ാം സ്ഥാനം കൊടുത്തുകൊണ്ട് ദൈവവചനങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിച്ച് അതനുസരിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് നിത്യരക്ഷ പ്രാപിക്കാനായിട്ട് സാധിക്കും. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.